നന്ദി സംഘികളെ നന്ദി. വേടന്റെ റാപ്പ് സംഗീതം അങ്ങ് ചിക്കാഗോയിൽ വരെ എത്തിച്ച് അവിടത്തെ സായിപ്പും മദാമ്മമാര് വരെ ആ റാപ്പ് സംഗീതത്തിനൊത്ത് നൃത്തം വയ്ക്കാൻ അവസരമുണ്ടാക്കിയിരുന്നു. സംഘികൾ എന്തിനെ എതിർക്കുന്നോ അത് ഈ നാട് മാത്രമല്ല അങ്ങ് ചിക്കാഗോയിലുള്ള മലയാളികൾ വരെ ഏറ്റെടുക്കും. അത് സായിപ്പന്മാരെ കേൾപ്പിച്ച് സായിപ്പന്മാരെ കൂടി കൊണ്ട് ആ റാപ്പിന് ചുവട് വയ്പ്പിക്കുന്നതാണ് ഈ നാടിന്റെ പാരമ്പര്യമെന്ന് ചില ഊള സംഘികൾക്ക് മനസ്സിലായോ? എന്തായാലും മലയാളിയായ ലക്ഷ്മി നായരുടെ മകന്റെ വിവാഹ ചടങ്ങിലാണ് ഈ കാണുന്ന ദൃശ്യം. മദാമ്മമാര് വരെ ചുവട് വെച്ചുകൊണ്ട് പറയാണ് ഇറ്റ്സ് മലയാളം റാപ്പ്. അവർക്ക് പോലും അതങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റി. സംഘികൾക്ക് ഇത് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ ലോകം എങ്ങനെയാണ്, നാടെങ്ങനെയാണ് ആ സംഗീതത്തെ ഏറ്റെടുക്കുന്നതെന്നും ആ സംഗീതത്തിനൊപ്പം ചുവട് വയ്ക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചൊറിഞ്ഞിരിക്കുക. വേടൻ ആ ചൊറിച്ചിൽ കൊണ്ട് ഓരോ പടി നിങ്ങൾ സംഘികളുടെ തോളിൽ ചവിട്ടി തന്നെ ഈ നാടിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്തിനെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ഈ നാട് മുഴുവൻ അതിനെ എതിർക്കുമെന്നുള്ള ആ മൂഢ ചിന്തയുണ്ടല്ലോ, കൈ വെച്ചിരുന്നാൽ മതി. പാവപ്പെട്ടവരായിട്ടുള്ള കുറെ പിന്നോക്കക്കാരെ വിശ്വാസത്തിന്റെ മറ പിടിച്ച് ക്ഷേത്രത്തിൽ വരുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ച് നിങ്ങളുടെ പിന്നാലെ അണിനിരത്തി ഈ നാട്ടിലെ ഒരു മതവിഭാഗക്കാരെയും പിന്നോക്കക്കാരെയും എല്ലാം നിങ്ങൾ ഇപ്പോഴും മതിൽക്കെട്ടുകൾക്ക് പുറത്ത് നിർത്തിക്കളയാമെന്ന് വിചാരിക്കുമ്പോൾ എന്താണ് വിവരവും ചിന്താഗതിയുമുള്ള മുന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്നതെന്ന് കണ്ടാ മതി. ലക്ഷ്മി നായർ എന്ന് പറയുന്നത് ഈ നാടിന്റെ പാരമ്പര്യത്തിനൊപ്പം സഞ്ചരിക്കുന്ന നായരാണ്. ചില ഇലനക്കി സവർണന്മാരെ പോലെ അല്ല ഈ നാട്ടിലുള്ള സകല പേരുമെന്ന് വിചാരിച്ചു കളയരുത്. ആ വിഭാഗത്തിലുമുണ്ട് നല്ല കാഴ്ചപ്പാടുള്ള, തിരിച്ചറിവുള്ള, നാടിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള കാഴ്ചപ്പാടുകൾ. അതുകൊണ്ടാണ് ഈ റാപ്പ് സംഗീതം ചിക്കാഗോയിൽ മുഴങ്ങുകയും ചിക്കാഗോയിലെ മനുഷ്യർ പോലും ആ സംഗീതത്തിന് ഭാഷയില്ലെന്നാണല്ലോ, ആ സംഗീതം നമ്മുടെ ഉള്ളിൽ ആവേശം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വേടന്റെ വിജയം. ആ റാപ്പ് സംഗീതത്തെ ആഗോളതലത്തിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞത് സംഘികളുടെ ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിൽ ഇനിയും തുടരണം. നിങ്ങൾ എന്തിനോടൊക്കെ ചൊറിയുന്നോ ആ ചൊറിയുന്നതിനെ ലോകം അംഗീകരിക്കുമെന്നതിന്റെ തെളിവാണ്. ഇരണമില്ലാത്ത സംഘികളുടെ അതൃപ്തിയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ഇപ്പോഴത്തെ ആ പണി തുടർന്നോളൂ, ബാക്കിയൊക്കെ നാട് ചെയ്തോളൂ.